نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فكلا أخذنا بذنبه فمنهم من أرسلنا عليه حاصبا ومنهم من أخذته الصيحة ومنهم من خسفنا به الأرض ومنهم من أغرقنا وما كان الله ليظلمهم ولكن كانوا أنفسهم يظلمون يا أيها الناس أوصيكم وإياي أولا بتقوى الله ഏറെ സ്നേഹധനീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൾ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഏകദേശം 10 ദിവസത്തിലധികമായി ലോകം വലിയ ഒരു ചർച്ചയിലാണ്. അമേരിക്കയിലെ കാലിഫോർണിയയിൽ അതിലും അതിൻ്റെ പരിസരത്തുള്ള പ്രദേശങ്ങളിലുമൊക്കെയായി 10 ദിവസത്തിലധികമായി നടന്നുകൊണ്ടിരിക്കുന്ന കാട്ടുതീ. ഒരുപക്ഷെ അതിനെക്കുറിച്ച് അറിയാത്തവർ ചുരുക്കമായിരിക്കും. പത്രത്താളുകൾ തുറന്നു നോക്കിയാലും സോഷ്യൽ മീഡിയകൾ പരിശോധിച്ചാലും ഒക്കെ അതിൻ്റെ വിവിധ തരത്തിലുള്ള വാർത്തകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 46,000-ലധികം ഏക്കർ കണക്കിന് തീപിടുത്തമുണ്ടാകുക, 25-ലധികം ആളുകൾ മരണപ്പെടുക, ലക്ഷക്കണക്കിന് ആളുകൾക്ക് സാമ്പത്തികമായ നഷ്ടങ്ങൾ, ലക്ഷക്കണക്കിന് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുക, ആയിരക്കണക്കിന് ആളുകളുടെ വീടുകൾ നശിക്കുക. ഒരു പക്ഷേ ചരിത്രത്തിൽ ആദ്യമെന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ നമ്മളൊക്കെ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആദ്യമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത, പ്രത്യേകിച്ച് അമേരിക്കയുടെ വിഷയത്തിൽ. ഈ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ, ഈ വിഷയത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ പല തരത്തിലാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും പറയുന്നതും.
ഇതൊക്കെ അവർക്ക് സംഭവിക്കേണ്ടത് തന്നെയാണെന്ന് സന്തോഷത്തോടുകൂടി പറയുന്ന ചില ആളുകൾ, അവരിലും മനുഷ്യരില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെടുന്ന മറ്റു ചില ആളുകൾ, അവരൊക്കെ ചെയ്തതിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള അനുഭവങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുന്ന ആളുകൾ, പല നിലക്കും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് ഇത്രയേറെ ചർച്ചകളും കാരണങ്ങളും ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ആ രാജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സാങ്കേതിക വിദ്യകളാവട്ടെ, സാമ്പത്തികമായ ഒരുക്കങ്ങളാവട്ടെ, ആയുധമായ സൗകര്യങ്ങളാവട്ടെ, എന്തുവേണ്ട എല്ലാ കാര്യങ്ങൾക്കും ഒരു വിരലമർത്തി കഴിഞ്ഞാൽ എല്ലാത്തിനും പരിഹാരമുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ഒരു നാട്. ഒരു പക്ഷേ ഒരാൾ ജോലി ലഭിച്ചാൽ, നല്ല ഒരു ജോലി അയാൾക്ക് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ അയാൾ പാസ്സായ ഏതൊരു കോഴ്സാണോ അതിൽ ഏറ്റവും ഉന്നതിയിലുള്ള ജോലി എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ അമേരിക്കൻ ഐക്യനാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ജോലി ചെയ്യലാണ്. അത് വലിയ ഒരു സ്റ്റാറ്റസ് ആയി കാണുന്ന ആളുകളെയും നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഇത്രയും ആമുഖമായിട്ട് പറയാനുള്ള കാരണം, ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഒരു വിശ്വാസിക്കും ഈ വിഷയത്തെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. അതൊരിക്കലും സോഷ്യൽ മീഡിയകളിലുള്ള ചർച്ചയല്ല, ഏതെങ്കിലും ആളുകളുടെ പോസ്റ്ററുകളിൽ വരുന്ന വാർത്തകളല്ല, ഏതെങ്കിലും മീഡിയകളുടെ ഓഫീസിലിരുന്നു കൊണ്ട് പരസ്പരം നടത്തുന്ന കുത്തുവാക്കുകളല്ല. മറിച്ച് എന്താണ് ഈ ഒരു വിഷയത്തിൽ ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ട കാര്യം? ഈ ഒരു വിഷയം ഓർമ്മപ്പെടുത്തുമ്പോൾ തന്നെ പറയട്ടെ, ഈ ഒരു കാട്ടുതീയുടെ വിഷയത്തിൽ അത് അള്ളാഹുവിന്റെ ശിക്ഷയാണെന്ന് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അല്ല, ശിക്ഷയല്ല, പരീക്ഷണമാണെന്ന് പറഞ്ഞവരുണ്ട്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, അള്ളാഹുവിന്റെ ശിക്ഷയാണെന്ന് പറയണമെങ്കിൽ അത് വഹീന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി പ്രവാചകന്മാരിലൂടെ ലഭിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ പരീക്ഷണങ്ങൾ അത് പലർക്കും പല രൂപത്തിലും വരാം. ഏതായിരുന്നാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഈ ഒരു ഖുതുബ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ വിഷയം, ഈ ഒരു കാട്ടുതീയാവട്ടെ, അതിനെ തുടർന്നുണ്ടായ ജപ്പാനിലുള്ള ഭൂകമ്പങ്ങളാവട്ടെ, അതിനുശേഷം ഈ ഒരാഴ്ചക്കിടയിൽ നടന്ന ഒട്ടേറെ വാർത്തകളാവട്ടെ, ഇതിലൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം എന്താ അറിയോ? മനുഷ്യന്റെ ദുർബലതയാണ്. മനുഷ്യൻ എത്രത്തോളം ദുർബലനാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, വഖുലിഖൽ ഇൻസാനു ദഈഫ. മനുഷ്യനെ ദുർബലനായി കൊണ്ടാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഒരു ദൗർബല്യത്തിലാണ്. എത്ര വലിയ സാങ്കേതിക വിദ്യ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു പക്ഷേ 100 കൊല്ലങ്ങൾക്ക് ശേഷം എന്ത് നടക്കും എന്നുള്ളത് ഇപ്പോഴേ തീരുമാനിക്കാൻ കഴിയും എന്ന് സംസാരിച്ച ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. ഈ രാജ്യത്തിന്റെ മാത്രമല്ല, ഈ ലോകത്തിന്റെ മാത്രമല്ല, ചൊവ്വയിലേക്ക് എങ്ങനെ ആളുകളെ കൊണ്ടുപോകണം, അതിലിപ്പോഴേ ചർച്ച വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നവർ ആ കൂട്ടത്തിലുണ്ട്. ഏതൊരു നാടിന്റെ വിഷയത്തിലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില തീരുമാനങ്ങൾ ഉണ്ടെന്ന് പറയാൻ കഴിയുന്നവർ ആ കൂട്ടത്തിലുണ്ട്. ഒരു ചെറിയ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ തന്നെ അതിന് മിനിറ്റുകൾ കൊണ്ട് പരിഹാരം കാണാൻ കഴിയുന്ന സാങ്കേതിക വിദ്യകൾ ഞങ്ങൾക്കുണ്ട്. അത്രയും ഞങ്ങൾ ഉയർന്നിട്ടുണ്ട്. പക്ഷേ വഖുലിഖൽ ഇൻസാനു ദഈഫ, അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ദുർബലനായിക്കൊണ്ടാണ്. ആ ദൗർബല്യം നമ്മൾ കണ്ടു. ഒരു പക്ഷേ ആ ഒരു കാട്ടുതീ നടക്കുന്നതിന്റെ തൊട്ട് മുമ്പത്തെ ദിവസം വരെ കോടികൾ സമ്പാദ്യമുണ്ടായിരുന്ന ആളുകൾ പിറ്റേ ദിവസം മുതൽ ഏതെങ്കിലും ക്യാമ്പിൽ നിന്ന് എന്താണോ ഭക്ഷണം കിട്ടുന്നത് ആ ഭക്ഷണത്തിന് കൈ നീട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ഖുലിഖൽ ഇൻസാനു ദഈഫ. എത്രയെത്ര ആളുകളുടെ വാർത്തകൾ നമ്മൾ കേട്ടു. വലിയ സമ്പന്നന്മാരൊക്കെ ദരിദ്രന്മാരായി മാറി. വലിയ വലിയ വീടുണ്ടായിരുന്ന ആളുകൾ കിടക്കാൻ ഒരു ഇടമില്ലാത്ത രൂപത്തിൽ റോഡിന്റെ സൈഡിലേക്ക് മാറേണ്ട ഒരവസ്ഥ, അല്ലെങ്കിൽ ഒരു കൂട്ടത്തിലേക്ക് ഒരുങ്ങി നിൽക്കേണ്ട ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. ഇവിടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഈ വാചകത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്തെന്നറിയോ? ഒരു മനുഷ്യന് അഹങ്കരിക്കാൻ ഒന്നുമില്ല എന്നുള്ളതാണ്. ഇന്റെ പൈസ, ഇന്റെ അധികാരം, എന്റെ എന്ത് എന്റെ ഉണ്ടെങ്കിലും ശരി,
അള്ളാന്റെ മുന്നിൽ ഒന്നുമല്ല. ഈ ലോകത്ത് മറ്റു മനുഷ്യരെ പോലെ തന്നെ ഏതാനും ആളുകൾ, മറ്റു രാജ്യങ്ങളെ പോലെ ഒരു രാജ്യം, അതിനപ്പുറത്തേക്ക് അഹങ്കരിക്കാനോ അഹങ്കാരത്തിന്റെ വാക്കുകൾ പറയാനോ ഒന്നും തന്നെ ഇല്ല എന്നുള്ള ഒരു തിരിച്ചറിവുണ്ട്. ഒന്നാമത്തെ കാര്യം മനുഷ്യന്റെ ദുർബലതയാണെങ്കിൽ, രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ, ഇതൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണം ഒരിക്കലും ഒരു അമേരിക്കയുടെ വിഷയത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അവർക്കും നമുക്കും പരീക്ഷണമാണ്. ഇതൊരു പരീക്ഷണം എന്ന് പറയും. ഓർക്കത് കിട്ടേണ്ടത് തന്നെയാണ്, ഇവർക്കത് വേണ്ടത് തന്നെയാണ്. അവർക്ക് എന്തേ ഇത്ര കാലമായിട്ട് വന്നില്ല എന്ന് ഞാൻ വിചാരിച്ചത് പറയേണ്ട ഒരു വിശ്വാസം അങ്ങനെ പറയൂല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതവർക്ക് മാത്രം നിൽക്കേണ്ട പരീക്ഷണമല്ല. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് അവർക്ക് മാത്രമായി കൊണ്ടുള്ള പരീക്ഷണങ്ങളെ കുറിച്ചല്ല. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. വലനബ്ലുവന്നകും, നാം നിങ്ങളെ പരീക്ഷിക്കുന്നത് തന്നെയാണ്. ബിശൈഇൻ, ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മിനൽ ഖൗഫ്, ഭയത്താൽ നിങ്ങളെ പരീക്ഷിക്കും, വൽജൂ, വിശപ്പിനാലും നിങ്ങളെ പരീക്ഷിക്കും. എന്നിട്ട് അല്ലാഹു വീണ്ടും പറയുകയാണ്, വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, വിഭവ നഷ്ടങ്ങൾ കൊണ്ട്, ആളുകളുടെ മരണങ്ങൾ കൊണ്ട്, പല നിലക്കുള്ള പരീക്ഷണങ്ങൾ കൊണ്ടും അല്ലാഹു നിങ്ങളെ നോക്കുന്നതാണ്. അങ്ങനെ അല്ലാഹു പരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഈ പരീക്ഷണം എന്ന് പറയുമ്പോൾ അവരിലേക്ക് മാത്രം ഒതുങ്ങൂല, അത് പല രാജ്യങ്ങളിലേക്കും വരും. നമ്മുടെ നാട്ടിലുണ്ടായിട്ടില്ലേ? ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടു, നമ്മുടെ ഈ കൊച്ചു കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ അടച്ചിടേണ്ടി വന്നു. പരീക്ഷണമായിരുന്നു അല്ലാഹുവിന്റെ. അതിനു മുമ്പ് ഈ കേരളത്തിൽ തന്നെ ഉണ്ടായ വെള്ളപ്പൊക്കം ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആദ്യമായി കണ്ടൊരവസ്ഥ, ഏറ്റവും ഭീതിതമായൊരവസ്ഥ. എന്തെല്ലാം പരീക്ഷണങ്ങൾ ഉണ്ടായി. അവിടെ അവർക്ക് മാത്രമുള്ളതല്ല, എല്ലാവർക്കും വരുന്നു. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ തന്നെ പറഞ്ഞെന്താണെന്നറിയോ, അത് ചില ആളുകൾക്ക്, തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമായിട്ട് വരുന്നതല്ല. അള്ളാഹിന്റെ ഒരു പരീക്ഷണം വരികയാണെങ്കിൽ അത് എല്ലാവർക്കും വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഒരു പരീക്ഷണം, ഒരു ശിക്ഷ നിങ്ങൾക്ക് വരുന്നത് വരെ അത് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. വത്തഖു ഫിത്ന, നിങ്ങൾ പരീക്ഷണങ്ങൾ വരുന്നതിനെ സൂക്ഷിക്കണം. കാരണം ലാ തുസീബന്നല്ലദീന ളലമു മിൻകും ഖാസ, അതിൽ അത് ബാധിക്കുന്നത് എല്ലാവർക്കുമായിട്ടായിരിക്കും. അത് തെറ്റ് ചെയ്ത ആളുകളെ മാത്രമായിട്ടല്ല, എല്ലാവർക്കും കൂടിയാണ്. ഈ തീന്റെ വിഷയത്തിലാണെങ്കിലും, ഭൂകമ്പത്തിന്റെ വിഷയത്തിലാണെങ്കിലും, വെള്ളപ്പൊക്കത്തിന്റെ വിഷയത്തിലാണെങ്കിലും എല്ലാവർക്കും മുഴുവനായിക്കൊണ്ടാണ് ഇത് ബാധിക്കുക എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. മൂന്നാമത്തെ ഒരു വിഷയം, എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളും ഇത്തരത്തിലുള്ള ദുരന്തങ്ങളും ഒക്കെ വരുത്തുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞു, അത് ചില തെറ്റ് തിരുത്താൻ വേണ്ടിയാണ്. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളും ശിക്ഷകളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളിൽ നിന്ന് പരിഹാരം കാണാൻ, അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വലനുദീഖന്നഹും മിനൽ അദാബ്, വലനുദീഖന്നഹും, തീർച്ചയായും നാം നിങ്ങളെ ആസ്വദിപ്പിക്കുന്നത് തന്നെയാണ്. അൽ അദാബ്, മിനൽ അദാബ്, ശിക്ഷകളിൽ നിന്നുള്ള ആസ്വാദനങ്ങൾ ഉണ്ടാകും. എന്താണ് ആ ശിക്ഷ? അൽ അദ്ന, ചെറിയ ചെറിയ ശിക്ഷകൾ നൽകി അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്, ആസ്വദിപ്പിക്കുന്നതാണ്. ദൂനൽ അദാബിൽ അക്ബർ, വലിയ ഒരു ശിക്ഷ വരുന്നതിന് മുമ്പ്, മരണത്തിന് ശേഷമുള്ള വലിയ ഒരു ശിക്ഷ, നരകത്തിലുള്ള ശിക്ഷ, അന്ത്യനാളിലുള്ള ശിക്ഷ, അത് വരുന്നതിന് മുമ്പ് ചെറിയ ചെറിയ ശിക്ഷകളും പരീക്ഷണങ്ങളും കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ആസ്വദിപ്പിക്കും. ഇത് പറഞ്ഞ അല്ലാഹു അവസാനിപ്പിച്ചിട്ടില്ല. ഇതിന് ശേഷം അല്ലാഹു പറഞ്ഞ എന്താ പറഞ്ഞെന്നറിയോ? ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങാൻ വേണ്ടിയിട്ടാണ്. ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ അത് അവർക്ക് കിട്ടേണ്ടത് തന്നെയാണ്, ഇതുവർക്ക് സംഭവിക്കേണ്ടത് തന്നെയാണ്. അല്ല ഇന്ന ആളുകൾക്ക് അത് കിട്ടണം, കിട്ടിയിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അല്ല, ലഅല്ലഹും യർജിഊൻ, അത് അവരാവട്ടെ, നമ്മളാവട്ടെ, കാണുന്നവരാവട്ടെ, അനുഭവിക്കുന്നവരാവട്ടെ, ലഅല്ലഹും യർജിഊൻ, മടങ്ങണം.
ജീവിതത്തിൽ തെറ്റ് ചെയ്യുമ്പോൾ അവർക്ക് മാത്രമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലതൊന്നും കൊടുക്കൂല. അല്ലെങ്കിൽ ഇന്ന ആളുകൾക്ക് മാത്രമായിട്ടല്ല, എല്ലാവർക്കും ഉണ്ടാകും. അതുകൊണ്ട് തിരുത്താൻ റെഡിയാവണം. എവിടെയാണോ പോരായ്മകളുള്ളത് ആ പോരായ്മകൾ നമ്മൾ തിരുത്തിയേ പറ്റൂ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഒരു ശിക്ഷകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പ് കഴിഞ്ഞുപോയ സമൂഹത്തിന്റെ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന 4 തരം ശിക്ഷകളെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അവർക്ക് പരീക്ഷണങ്ങൾ കൊടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 തരം ശിക്ഷകൾ മുമ്പ് കഴിഞ്ഞുപോയ ഈ ദീനിനനുസരിച്ചുകൊണ്ട് നിൽക്കാൻ വേണ്ടി പ്രവാചകന്മാർ പറഞ്ഞിട്ടും അത് സ്വീകരിക്കാതെ താന്തോന്നികളായി ജീവിച്ച ആളുകളുടെ വിഷയത്തിൽ. ഇത് കേൾക്കുമ്പോ അന്ന് അവര് ചെയ്തിരുന്നതും അവര് പറഞ്ഞിരുന്നതും എന്താണോ അത് ഇന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കണം. 4 തരം ശിക്ഷകളെ കുറിച്ച് അല്ലാഹു പറയാണ്, ഫകുല്ലൻ അഖദിനാ ബിദംബിഹി. എല്ലാവരെയും അവരുടെ ദംബ് കാരണത്താൽ, അവരുടെ കുറ്റങ്ങൾ കാരണത്താൽ, അവരുടെ പാപങ്ങൾ കാരണത്താൽ നാം അവരെ പിടികൂടി. മുമ്പ് കഴിഞ്ഞുപോയ ആളുകളുടെ വിഷയത്തിലാണ് പറയണത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബാ. അവരുടെ കൂട്ടത്തിൽ ചരൽക്കാറ്റുകൾ കൊണ്ട് നാം പരീക്ഷിച്ചവരുണ്ട്. ചരൽക്കാറ്റ് നൽകിക്കൊണ്ട് ആ സമൂഹത്തെ ഇല്ലാതാക്കിയ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. വമിൻഹും മൻ അഖദതുഹു സൈഹാ. വലിയ ഘോര ശബ്ദം അവരിലേക്ക് ഇറക്കിക്കൊണ്ട് ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് എല്ലാവരെയും നശിപ്പിച്ച അവസ്ഥയുണ്ടായിട്ടുണ്ട്. വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർള്. ഭൂമിയിലേക്ക് ആഴ്ത്തിക്കൊണ്ടോ ഭൂമി കുലുക്കിക്കൊണ്ടോ അവരെ നശിപ്പിച്ചതുണ്ടായിട്ടുണ്ട്. വമിൻഹും മൻ അഗ്റഖ്നാ. അവരിൽ വെള്ളപ്പൊക്കം നൽകിക്കൊണ്ട് പരീക്ഷിച്ചവരുണ്ട്. നമ്മൾ വിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പുണ്ടായിരുന്ന പല സമൂഹങ്ങളും പ്രവാചകന്മാർ അവരിലേക്ക് കടന്നു വന്ന് ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോ അത് സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, പ്രവാചകന്മാരെ കൊല്ലാനും അവരെ ചീത്ത വിളിക്കാനും അവരെ എതിർക്കുവാനും പരിശ്രമിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 തരത്തിലുള്ള ശിക്ഷകൾ കൊണ്ട് അവരെ പരീക്ഷിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഒന്നിലധികമോ നൽകിയിട്ടുണ്ട്. അതിലൊന്ന് ചരൽക്കാറ്റാണ്. ഇപ്പൊ അമേരിക്കയിൽ കാറ്റാണ് വലിയ പ്രശ്നം എന്നാ പറയുന്നത്. തീയിനേക്കാൾ ആ കാറ്റിന്റെ വേഗതയാണ് പ്രശ്നമായി പറയുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ചരിത്രം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ ആളുകൾ, ആദ് സമൂഹം നല്ല കരുത്തരായിരുന്നു, നല്ല കരുത്തുള്ളവരായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാറ്റിനെയാണ് അവരിലേക്ക് പറഞ്ഞയച്ചത്. അവരെല്ലാവരും വീണുപോയി. എല്ലാവരും വീണുപോയി. ഒരാൾക്ക് പോലും എഴുന്നേൽക്കാൻ പറ്റാത്ത രൂപത്തിൽ എല്ലാവരെയും നശിപ്പിക്കപ്പെട്ടു. അത് ഹൂദ് നബിയിൽ മാത്രമാണോ? സദൂം ഗോത്രം ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ആളുകളാണ്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം നൽകിയത് ഒരു കാറ്റായിരുന്നു. പിന്നീട് ആകാശ ലോകത്ത് നിന്ന് ഇഷ്ടികകൾ വരുന്നൊരവസ്ഥ. എന്നിട്ട് ആ രാജ്യത്തെ അല്ലാഹു മറിച്ചിട്ടു. ഖുർആനിന്റെ ആയത്ത. അവരെ നശിപ്പിച്ചത് അങ്ങനെയാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇത് ചരൽക്കാറ്റിന്റെ വിഷയത്തിൽ മാത്രമാണെങ്കിൽ ഘോര ശബ്ദം കൊണ്ട് നശിപ്പിക്കപ്പെട്ടവരുണ്ട്. സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ആളുകൾ, സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ആളുകളായ സമൂദ് ഗോത്രം, ആ ഗോത്രത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനായ സാലിഹ് നബി അലൈഹിസ്സലാമിനെ അവർ നിഷേധിച്ചു എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില അവർക്ക് പരീക്ഷണമായി കൊടുത്തിട്ടുള്ള സാലിഹ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയിട്ടുള്ള മുഅ്ജിസത്തായിരുന്ന ഒട്ടകത്തെ വരെ അവർ അറുത്തു കളഞ്ഞു. അള്ളാഹുവിന്റെ വലിയ ഒരു കോപത്തിന് കാരണമായി അവർ. ഒരൊറ്റ ശബ്ദമായിരുന്നു, ഒരു ഘോര ശബ്ദമായിരുന്നു. അതോടുകൂടി അവരെല്ലാം വീണുപോയി. സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ആളുകൾക്ക് പറ്റിയതാ. ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, മദിയൻകാരായ ആളുകൾ, അവർക്കും ഒരു ഘോര ശബ്ദമായിരുന്നു. അതോടുകൂടി അവരെല്ലാം അവിടെ മരിച്ചു വീഴപ്പെട്ട ആളുകളായി. ഇതൊക്കെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ എന്ത് ധൈര്യമാണുള്ളത്? ഈ രൂപത്തിൽ വലിയ ഒരു പരീക്ഷണം വരണമെന്നില്ല. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ, നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് ഒരു നെഞ്ചുവേദന വന്നാൽ തീരാവുന്നതേ ഉള്ളൂ. നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വാഹനം വന്നിടിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. അഹങ്കരിക്കാൻ ഒന്നുമില്ല എന്നാ പറഞ്ഞത്. ഇനി 4-മത്തെ വിഭാഗമോ, 3-മത്തത് ഭൂമിയിൽ ആഴ്ത്തുന്ന ആളുകൾ. ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു ഖാറൂൻ. മൂസാ നബിയുടെ ഖൗമിൽപ്പെട്ട ആള്. വേറെ ശ്രദ്ധിക്കണം.
മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൗമിൽപ്പെട്ട ആളായിരുന്നു, വിശ്വാസിയായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. പക്ഷേ കുറച്ച് സമ്പത്ത് കിട്ടി, കുറച്ച് സൗകര്യങ്ങൾ ഉണ്ടായി, അപ്പോൾ അഹങ്കരിച്ചു, സമ്പത്തിന്റെ അഹങ്കാരം കാണിക്കാൻ തുടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാറൂനിനെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. വിശുദ്ധ ഖുർആനിന്റെ ആയത്താണ്. നാലാമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ച മറ്റൊരു രൂപമാണ് മുക്കി നശിപ്പിക്കുക എന്നുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം. വലിയ ഒരു വെള്ളപ്പൊക്കമുണ്ടായി, സത്യനിഷേധികളായ മുഴുവൻ ആളുകളെയും അള്ളാഹു മുക്കിക്കളഞ്ഞു. അതുമാത്രമല്ല, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം വായിക്കുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമുക്ക് എതിരെ നിന്നിരുന്ന, അള്ളാഹുവിന്റെ ദീനിന് വിരുദ്ധമായി പറഞ്ഞിരുന്ന, അന റബ്ബുക്കുമുൽ അഅല, നിങ്ങളുടെ ഏറ്റവും വലിയ രക്ഷിതാവ് ഞാനാണെന്ന് പറഞ്ഞിരുന്ന ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി, ആ ഫിർഔനും കൂട്ടരും നശിപ്പിക്കപ്പെട്ടതും വെള്ളത്തിൽ മുക്കിയിട്ടാണ്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഖുർആനിലൂടെ നമ്മളെങ്ങനെ അറിയിക്കുന്നത്? ഏതെങ്കിലും ചരിത്രം കേട്ടിട്ട് ഇങ്ങനെ നമ്മൾ രസിച്ചിരിക്കാൻ വേണ്ടിയിട്ടാ? കുറെ ആളുകളൊക്കെ അങ്ങനെ നശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ അല്ലാഹ്ക്ക് അങ്ങനെയൊന്നും കഴിവില്ല എന്ന് പറയാനാ? നമ്മളെക്കാൾ കഴിവും ശക്തിയും ഉണ്ടായിരുന്ന ആളുകൾ, വലിയ വലിയ പാറകൾ തുരക്കാൻ കഴിവുണ്ടായിരുന്ന ആളുകൾ, വലിയ വലിയ മല്ലന്മാരായിരുന്ന ആളുകൾ, ഒരുപാട് ആയുസ്സുകാലം ജീവിച്ചിരുന്ന ആളുകൾ, ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഉന്നതരെന്ന് അവകാശപ്പെട്ടിരുന്ന ആളുകൾ, അവരെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പരീക്ഷണങ്ങൾ കൊണ്ട് ഒന്നുമല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ അഹങ്കരിക്കണ്ട. എല്ലാവർക്കും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചാൽ സംഭവിക്കും. അത് ഓരോ വ്യക്തികൾക്കായിരിക്കാം, അല്ലെങ്കിൽ ചില കൂട്ടങ്ങൾക്കായിരിക്കാം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. എവിടെയാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു കാട്ടുതീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ? അത് നാലാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ നാട്ടിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പരീക്ഷണങ്ങൾ നൽകുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരു പ്രവചനം കൂടിയാണ്. എല്ലാ നാട്ടിലും ഉണ്ട്. അത് നമുക്കൊന്നും സംഭവിക്കൂല എന്നല്ല അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയാ, വ ഇൻ മിൻ ഖറിയത്തിൻ ഇല്ലാ നഹ്നു മുഹ്ലികൂഹാ ഖബ്ല യൗമൽ ഖിയാമ ഔ മുഅദ്ദിബൂഹാ അദാബൻ ശദീദാ. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസത്തിന് മുമ്പായി നാം നശിപ്പിച്ചു കളയുന്നതോ അല്ലെങ്കിൽ നാം കഠിനമായി ശിക്ഷിക്കുന്നതോ ആയിട്ടല്ലാതെ ഒരു രാജ്യവുമില്ല. ഒന്നുകിൽ പൂർണ്ണമായി ആ രാജ്യത്തെ നശിപ്പിക്കും, അതല്ലെങ്കിലോ അവർക്ക് ചില ശിക്ഷകൾ, കഠിനമായ ശിക്ഷകൾ നൽകി അവരെ അല്ലാഹു പരീക്ഷിക്കാതിരിക്കൂല. എന്നിട്ട് അല്ലാഹു പറയാണ്, കാന ദാലിക ഫിൽ കിതാബി മസ്തൂറാ, അത് ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടതാണ്. അതൊക്കെ സംഭവിക്കുന്നുള്ളത് ഉറപ്പാണ്. ഖിയാമത്ത് നാളിന് മുമ്പായിക്കൊണ്ട് എല്ലാ നാടുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പരീക്ഷണങ്ങൾ നൽകും, ചില ശിക്ഷകൾ നൽകും, ചില ബുദ്ധിമുട്ടുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഭവിപ്പിക്കും. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കും, ഈ ഉമ്മത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകുമോ? ഈ ഉമ്മത്തിന് ചില പരീക്ഷണങ്ങൾ ഉണ്ടാകുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അതിനുള്ള മറുപടി നൽകിയിട്ടുണ്ട്. ഈ ഉമ്മത്തിന് ഉണ്ടാകോ ഇല്ലേ എന്നുള്ളത് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയാ, ഖുൽ നബിയെ പറയുക, ഹുവൽ ഖാദിർ, അവൻ കഴിവുള്ളവനാണ്, അവൻ കഴിവുള്ളവനല്ലേ, അലാ അയ്യബഅസ അലൈക്കും അദാബൻ മിൻ ഫൗഖിക്കും, നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങളുടെ തലക്ക് മുകളിൽ നിന്ന്, നിങ്ങൾക്ക് മുകളിൽ നിന്ന് അല്ലാഹുവിന്റെ ശിക്ഷകൾ വരുത്താൻ അല്ലാഹു കഴിവുള്ളവനല്ലയോ? ഔ മിൻ തഹ്തി അർജുലിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കാലിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ വരുത്താൻ. അതുമല്ലെങ്കിൽ ഔ യൽബിസക്കും ശീഅൻ വയുദീക ബഅദുക്കും ബഅസ ബഅദ്, നിങ്ങളെ വിവിധ കക്ഷികളാക്കി തീർത്തുകൊണ്ട് പരസ്പരം പോരടിക്കുന്നൊരവസ്ഥയിലേക്ക്, പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക്, അങ്ങനെ കഠിനമായ ചില പരീക്ഷണങ്ങൾ വരുത്തുന്നതിലേക്ക് അല്ലാഹു അതിനെല്ലാം കഴിവുള്ളവനല്ലയോ? 3 കാര്യങ്ങളാ പറഞ്ഞു. ആകാശലോകത്തുനിന്ന് ഒന്നുകിൽ മുകളിലൂടെ ശിക്ഷ വരിക, അതല്ലെങ്കിൽ അടിയിലൂടെ ശിക്ഷ വരിക, അതുമല്ലെങ്കിൽ ചില ഭിന്നതകൾ ഉണ്ടാക്കുക. ഈ ഒരു ആയത്തിറങ്ങിയതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില പ്രാർത്ഥനകളുണ്ട്. മഹാനായ ജാബിർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും, ഈ ആയത്തിറങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി, ഖുൽ ഹുവൽ ഖാദിറു അലാ അൻ യബ്അസ അലൈക്കും അദാബൻ മിൻ ഫൗഖിക്കും, ആകാശലോകത്തു നിന്നുള്ള ആ ഒരു ശിക്ഷയുടെ വിഷയം പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ മുകളിൽ നിന്ന് വരുന്ന ശിക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അഊദു ബിവജ്ഹിക, അല്ലാഹുവേ നിന്നോട് ഞാനിതാ അഭയം തേടുകയാണ്, അങ്ങനത്തെ ഒരു ശിക്ഷ വരല്ലേ. വീണ്ടും ഖുർആനിന്റെ ആയത്ത് ഓതി, ഔ മിൻ തഹ്തി അർജുലിക്കും,
നിങ്ങളുടെ കാൽഭാഗത്ത് നിന്ന്, അടിഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ വരുന്നത്. അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഊദു ബിവജ്ഹിക്, അല്ലാഹുവേ നിന്നോട് ദാ രക്ഷ ചോദിക്കുന്നു. മൂന്നാമത്തെ ഖുർആനിന്റെ ഭാഗം, ഔ യൽബിസകും ശിഅ, നിങ്ങൾ എങ്ങനെ ഭിന്നിച്ച് പോകുക എന്നുള്ളതോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ ഐസർ, അത് താരതമ്യേന കുറവാ, അത് താരതമ്യേന കുറവാ. അവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്, മുസ്ലിമീങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഈ ഉമ്മത്തിൽ ഒരു ഒന്നാകെയുള്ള ശിക്ഷ ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഭിന്നിച്ച് പോകുക എന്നുള്ളത് അതിന്റെ ഒരു ഭാഗം തന്നെയാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, സൂചിപ്പിച്ചു വന്നത്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ചില തിരിച്ചറിവുകൾ ഉണ്ടാവണം. അതിൽ തന്നെ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു തിരിച്ചറിവുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണം. ഇത്തഖി ദഅവത്തൽ മദ്ലൂം, മർദ്ദിക്കപ്പെട്ടവന്റെ, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന നിങ്ങൾ സൂക്ഷിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഫഇന്നഹാ ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്, തീർച്ചയായും ആ പ്രാർത്ഥിക്കുന്ന ആക്രമിക്കപ്പെട്ടവനും അല്ലാഹുവിനിടയിൽ ഒരു ഹിജാബുമില്ല, ഒരു മറയുണ്ടാവില്ല. അവിടെ ആ മർദ്ദിക്കപ്പെട്ടവൻ മുസ്ലിമാണോ കാഫിറാണോ എന്നില്ല, അവൻ പണക്കാരനാണോ പണിക്കാരനാണോ എന്നില്ല, മുതലാളിയാണോ തൊഴിലാളിയാണോ എന്നില്ല. ഇത്തഖി ദഅവത്തിൽ മദ്ലൂം എന്ന് പറഞ്ഞു, മർദ്ദിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. സുബ്ഹാനല്ലാഹ്. ഒരു പക്ഷേ നമ്മളൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വിഷയം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ വിഷയത്തിൽ അവർക്കൊക്കെ ശിക്ഷയാണെന്ന് പറയാൻ ചിലരെങ്കിലും പറയുന്നത് ഫലസ്തീനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അല്ല, ഫലസ്തീനിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അതിനു മുമ്പ് അഫ്ഗാനിസ്ഥാനിലും, അതിനു മുമ്പ് ഇറാഖിലും, അതിനു മുമ്പ് പല സ്ഥലങ്ങളിലും, അതിനിടയിൽ പല സ്ഥലങ്ങളിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ശിക്ഷയാണെന്നല്ല പറയുന്നത്. ഇത്തഖി ദഅവത്തിൽ മദ്ലൂം, മർദ്ദിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന നിങ്ങൾ സൂക്ഷിച്ചോ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഒരിക്കലും ആ മർദ്ദിക്കപ്പെട്ടവൻ ഈമാനുള്ള ആളാവണമെന്ന് പറഞ്ഞിട്ടില്ല, അവൻ മുസ്ലിം ആവണമെന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് അവൻ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില വഴികളിലൂടെ ആയിരിക്കും, ചില വഴികളിലൂടെ അതിന് ഉത്തരം കൊടുക്കും. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊരു ചരിത്രം കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു അടിമയായ ഒരു പെണ്ണ്, അടിമയായ ഒരു കറുത്ത സ്ത്രീ, അങ്ങനെ തന്നെ ഹദീസുകൾ കാണാൻ പറ്റും. അവളൊരു ഗോത്രത്തിൽ അവിടെ അടിമയായി നിലകൊള്ളുകയാണ്. അവര് പറയുന്നത് എന്താണോ അത് ചെയ്തു കൊടുക്കലാണ് അവളുടെ ഡ്യൂട്ടി. ആ വീട്ടിലൊരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടിക്കൊരു അരപ്പട്ടയുണ്ട്, കുറച്ച് സ്വർണത്തിന്റെയും കുറച്ച് തോലിന്റെയും ഒക്കെ ആയിട്ടുള്ള ഒരു അരപ്പട്ട. ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയെ പരിചരിക്കണം, വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒരു ദിവസം നോക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ അരപ്പട്ട കാണാനില്ല. സ്വാഭാവികമായിട്ടും ആ സ്ത്രീയിലായി സംശയം. വീട്ടുകാരെല്ലാവരും ഒന്നിച്ചു, അയൽവാസികൾ ഒന്നിച്ചു, എല്ലാവരും ഈ സ്ത്രീയെ കുറ്റപ്പെടുത്തി. ഇവളാണയിട്ട് പറഞ്ഞു, ഇല്ല ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ എടുത്തിട്ടില്ല. അവളെ ആരും വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല, എല്ലാവരും കുറ്റപ്പെടുത്തി. അവളെ മുഴുവനായി കൊണ്ട് പരിശോധിച്ചു, എന്നിട്ടും അത് തിരിച്ചു കിട്ടിയില്ല. ആ സമയത്ത് അവൾ നടത്തുന്ന പ്രാർത്ഥന ഉണ്ട്, അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥന ഉണ്ട്, ഈ വിഷയത്തിൽ എന്നെ നീ രക്ഷപ്പെടുത്തണേന്ന്. ഹദീസിൽ കാണാൻ പറ്റും, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാ. കുറച്ചു കഴിഞ്ഞ് ഒരു പരുന്ത് ഇങ്ങനെ പാറി വന്നു. ആ പരുന്ത് ഒരു ഇറച്ചി കഷ്ണമാണെന്ന് വിചാരിച്ചിട്ട് ഈ അരപ്പട്ട എടുത്തതായിരുന്നു. അത് നേരെ ഇവരുടെ മുന്നിലിട്ടു, അതങ്ങനെ പാറിപ്പോവുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, ഈ സ്ത്രീ എടുത്തിട്ടില്ല, അത് പരുന്ത് മാംസകഷ്ണമാണെന്ന് വിചാരിച്ചു കൊണ്ടുപോയതാണ്. പക്ഷേ തന്നെ ഇത്രയും അവിശ്വസിച്ച ആളുകളുടെ കാര്യത്തിൽ ഈ സ്ത്രീക്ക് പിന്നെ അവിടെ നിൽക്കാനേ തോന്നില്ല. അത്രയേറെ മർദ്ദിക്കപ്പെട്ടിരുന്നു അവൾ ഇവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ ഒഴിവാക്കി തരണം, ഇനി ഞാൻ ഇവിടെ നിൽക്കാൻ കഴിയൂല എനിക്ക്. അങ്ങനെ അവര് ഈ സ്ത്രീയെ ഒഴിവാക്കി. ഇത്രയേറെ ഉപദ്രവിച്ചതാണല്ലോ, അവളെ ഒഴിവാക്കി. അവൾ നേരെ വരികയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവളെ സമാധാനിപ്പിക്കുകയും ഇസ്ലാമിനെ അറിയിച്ചു കൊടുക്കുകയും ചെയ്തു. ഫഅസ്ലമത്, അപ്പോഴാണ് അവൾ ഇസ്ലാം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവൾക്ക് പരിഗണന കൊടുത്തു.
ഹദീസിൽ കാണുവാൻ സാധിക്കും, മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഗുർഫ, ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കുള്ള ഒരു റൂമുണ്ട്, അതിന്റെ സമീപത്ത് തന്നെ ആ ഒരു സ്ത്രീക്കും ഒരു സൗകര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു കൊടുത്തു. എന്നിട്ട് പിന്നീട് ഈ ഒരു സ്ത്രീ ഇങ്ങനെ ഈ ഒരു സംഭവത്തെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാണ്. അപ്പോഴാണ് ആ ആയിഷ റളിയല്ലാഹു അൻഹയാണ് എന്നിട്ട് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഹദീസിലുള്ള കാര്യം എന്താണെന്നറിയാം? ഒരാൾ പ്രാർത്ഥിച്ചാൽ, മർദ്ദിക്കപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു അതിന് ഉത്തരം നൽകും. വേറെ ചില ഒരുപാട് സംഭവങ്ങൾ, മർദ്ദിക്കപ്പെട്ട ആളുകൾ മർദ്ദിച്ചവനെതിരെ നടത്തിയതും അതിനെതിരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിലകൊണ്ടതായ ഒട്ടേറെ സംഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ പറയുമ്പോൾ കേവലം ഒരു ഫലസ്തീനിന്റെ വിഷയത്തിലോ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ വിഷയത്തിലോ അല്ല, നമ്മൾ നമ്മുടെ കാര്യത്തിലൊന്ന് ചിന്തിക്കണം. നമ്മളൊരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിൽക്കുക. നമ്മുടെ കീഴിലുള്ള ആളുകളുടെ വിഷയത്തിൽ അവരെ മർദ്ദിക്കാൻ, അവരെ ഉപദ്രവിക്കാൻ, അവർക്കെതിരെ ആരോപണങ്ങൾ പറയാം, എല്ലാവരുടെ മുന്നിലും അവരെ ഇല്ലാതാക്കാൻ, അവരെ മോശമായി പറയാൻ, ചീത്ത പറയാൻ നമുക്കെന്ത് യോഗ്യതയുള്ളത്? എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സലാസു ദഅവാത്തുൻ മുസ്തജാബാത്തുൻ ലാ ശക്ക ഫീഹിന്ന, 3 ആളുകളുടെ പ്രാർത്ഥന അതൊരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല തള്ളിക്കളയൂല. അതിലൊന്ന് ആരാന്നറിയോ? ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവൻ. ചില ആളുകൾക്കെതിരൊക്കെ നമ്മൾ പറയുന്ന ആരോപണങ്ങളുണ്ടല്ലോ, നാവ് കൊണ്ട് ചലിപ്പിക്കുന്നതിനനുസരിച്ച് കൊണ്ട് വായിൽ നിന്ന് വരുന്ന ശബ്ദം ഒരു പക്ഷേ മറ്റൊരുത്തന്റെ കൽബിലേക്ക് കയറിയിറങ്ങുന്ന രൂപത്തിലുള്ള അമ്പുകളേക്കാൾ മാരകമായിരിക്കും. എത്രയെത്ര വാക്കുകളാണ് നമ്മൾ പറയുന്നത്, എത്രയെത്ര ആരോപണങ്ങളാണ് പറയുന്നത്. വിശ്വാസികളെ കുറിച്ച് പറയുന്ന ആരോപണങ്ങൾ, അവർ ചെയ്യാത്ത കാര്യം, അവർ പറയാത്ത കാര്യം, അവർ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ വരെ അവരുടെ പേരിൽ ആരോപിക്കുന്ന ആളുകളില്ലേ? എന്തെല്ലാം ആരോപണങ്ങൾ! തന്റെ കീഴിലുള്ള ആളുകളുടെ കാര്യത്തിൽ, കുടുംബ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, ഭാര്യയും ഭർത്താവും തമ്മിൽ, മക്കൾ ചെയ്യാത്ത കാര്യം മക്കൾക്കെതിരെ രക്ഷിതാക്കൾ ആക്ഷേപിക്കുന്ന വിഷയം. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം, അത് രക്ഷപ്പെടാൻ കഴിയൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും ഗൗരവത്തിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞ ഓരോ കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഏറെ ശ്രദ്ധയോടെ, തിരിച്ചറിവോടുകൂടി മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ ഓരോ വിഷയങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്വിശ്വാസികളെ, അമേരിക്കയിലുള്ള തീപിടുത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ട ചില തിരിച്ചറിവുകളെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയത്. കേവലം ഒരു പരീക്ഷണങ്ങൾ എന്നതിനപ്പുറത്തേക്ക് അവർ അനുഭവിക്കുന്ന ആ ഒരു തീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹു വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ വാഖിഅയിലെ 71, 72, 73 ആയത്തുകളിൽ തീയിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അഫറഅയ്തുമുൻ നാറല്ലതി തൂറൂൻ അഅൻതും അൻശഅതും ശജറതഹാ അം നഹ്നുൽ മുൻശിഊൻ. നിങ്ങൾ ഉരസി കത്തിക്കുന്നതായ തീയിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പണ്ട് കാലത്ത് ഇങ്ങനെ ഉരസിക്കൊണ്ടാണ് ആ തീ ഉണ്ടാക്കുക. ഇന്നും ഒരു പക്ഷേ നമുക്ക് ഇന്നത്തെ ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ചെന്നു കഴിഞ്ഞാൽ ആ രൂപത്തിൽ തന്നെയായിരിക്കും തീ ഉണ്ടാക്കുക. അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അഅൻതും അൻശഅതും ശജറതഹാ, നിങ്ങളാണോ അതിന്റെ മരം സൃഷ്ടിച്ചുണ്ടാക്കിയിട്ടുള്ളത്? അം നഹ്നുൽ മുൻശിഊൻ, അതല്ല നാം ആണോ ഉണ്ടാക്കിയിട്ടുള്ളത്? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നഹ്നു ജഅൽനാഹാ തദ്കിറതൻ വമതാഅൻ ലിൽ മുഖ്വിൻ, തീർച്ചയായും നാം അതിനെ ഒരു ചിന്താ വിഷയമാക്കിയിരിക്കുന്നു. അതിനൊരു ചിന്താ വിഷയമാണ്. ഇതിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തീയിന്റെ വിഷയത്തിൽ ചില ചിന്തകൾ നമുക്ക് തന്നിട്ടുണ്ട്. അത് ഈ ദുനിയാവിന്റെ വിഷയത്തിൽ മാത്രമല്ല, പരലോകത്തിന്റെ കാര്യത്തിലാണ് വല്ലാതെ നമ്മൾ ഭയപ്പെടേണ്ടത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എല്ലാ സൗകര്യമുള്ള ഒരു നാട് 10 ദിവസത്തിലധികമായിട്ടും പൂർണ്ണമായി ആ ഒരു തീയിനെ നിർത്തലാക്കുവാനോ പരിഹരിക്കുവാനോ കഴിഞ്ഞിട്ടില്ല. ഈ ദുനിയാവിലുള്ള ഒരു തീ, ആ വീഡിയോ കണ്ട ആളുകൾക്ക് അറിയാൻ പറ്റും. പച്ച മരം ഇങ്ങനെ കത്തി നിൽക്കുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. നല്ല തണുപ്പുള്ള സ്ഥലത്ത് പോലും മരം കത്തിക്കൊണ്ടിരിക്കണം. ശാസ്ത്രത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ ദുനിയാവിലുള്ള തീയുണ്ടല്ലോ, ഈ തീയിനേക്കാൾ 69 ഇരട്ടി ചൂടാണ് നരകത്തിലുള്ള ചൂട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും, നാറുക്കും ഹാദിഹി അല്ലതി യൂഖിദു ഇബ്നു ആദം ജുസ്ഉൻ മിൻ 70 ജുസ്അൻ മിൻ
ഹർരി ജഹന്നം. നരകത്തിന്റെ ചൂട് എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിലുള്ള ചൂടിനേക്കാൾ 69 ഇരട്ടി ചൂടാണ്. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇത് പറയുന്നത് എന്തിനാണെന്നറിയോ? കേവലം കേട്ടു പോകാനുള്ളതല്ല. ഈ ദുനിയാവിലെ ഒരു തീ അത് താങ്ങാൻ നമുക്ക് കഴിയൂല. നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ചില തെറ്റുകുറ്റങ്ങളൊക്കെ അത് ഹറാമാണെന്ന് നമുക്കറിയാം. പലിശ ഹറാമല്ലേ? ഹറാമാണ്. മദ്യപാനം ഹറാമല്ലേ? ഹറാമാണ്. ലോട്ടറി ഹറാമല്ലേ? ഹറാമാണ്. സിനിമ ഹറാമല്ലേ? ഹറാമാണ്. എല്ലാം നമുക്കറിയാം. എന്നിട്ടും നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ശൈത്താനിട്ടിന് ഒരു കാര്യമുണ്ട്. അമലുകൾ ഇങ്ങനെ നന്നാക്കി തരും, അലങ്കാരാക്കി തരും. അതൊന്നും വലിയ കുഴപ്പമില്ല. നമ്മുടെ ജീവിതത്തിൽ വലിയ തെറ്റൊന്നുമില്ലല്ലോ. എത്രയോ ആളുകളുണ്ട് ഇവിടെ, അവരെ പോലൊന്നും നമ്മൾ ചെയ്യണല്ലോ. എപ്പോഴെങ്കിലും അല്ലേ ഒരു സിനിമ കാണുന്നത്, എപ്പോഴെങ്കിലും അല്ലേ പലിശയുടെ വിഷയം. അതൊക്കെ നിർബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ കുഴപ്പമില്ല. എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പെടാ കുടിച്ചത്. എന്തെല്ലാം ന്യായങ്ങളാ പറയാ. എന്നാ മനസ്സിലാക്കിക്കോ, നമ്മൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നാളെ പരലോകത്ത് നമുക്ക് പുറത്തു തന്നില്ല എങ്കിലോ, പുറത്തു തരും എന്ന് വിചാരിച്ചിട്ടാണല്ലോ നമ്മൾ ഇരിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു തന്നില്ല എന്ന് വിചാരിക്കും. നമ്മൾ ആരോടാ പരാതി പറയാ? തീർച്ചയായും നരകമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണല്ലോ നമ്മൾ. ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളും പരലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാ. പരലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവിടെ സ്വർഗമുണ്ട്, നരകമുണ്ട്, ഹിസാബുണ്ട്, എല്ലാം ഉണ്ട്. എന്നാ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന ഹറാമ് അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു തന്നിട്ടില്ല എങ്കിൽ ആ നരകം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ നരകം എന്ന് പറഞ്ഞാലേ അതിലെ ചൂടൊക്കെ നമുക്ക് നിസാരമായി തോന്നുന്നുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലെത്തിയിട്ട് അടുക്കളയിൽ പോയി ആ ഗ്യാസ് ഒന്ന് ഓണാക്കി അതിലെ തീ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ കൈ എത്ര സമയം നമ്മൾ വെക്കും? എത്ര സമയത്ത് നമുക്ക് വെക്കാൻ കഴിയും? സെക്കൻഡുകൾ മാത്രം, അതിനപ്പുറത്തേക്കൊന്നും പോകൂല. എന്നാൽ ഈ ദുനിയാവിലുള്ള തീയിനേക്കാൾ 69 ഇരട്ടി ചൂടുള്ള തീയൊന്ന് ആലോചിച്ചു. ഇതൊന്നും പ്രിയപ്പെട്ടവരെ തമാശയല്ല. ഇതൊന്നും തമാശയല്ല. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നു എന്നത് സത്യമാണെങ്കിൽ ഇതുപോലെ സത്യമാണ് പരലോകമുണ്ട് എന്നുള്ളത്, നരകമുണ്ട് എന്നുള്ളത്, തീയുണ്ട് എന്നുള്ളത്. അതിൻ്റെ ഗൗരവങ്ങളുണ്ട്. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും നോക്കുന്നതിന് മുമ്പ്, അവർക്ക് അല്ലാഹു നൽകുന്ന ശിക്ഷയാണെന്ന് പറയുന്നതിന് മുമ്പ്, അവർക്ക് അതൊക്കെ സംഭവിക്കണമെന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ രക്ഷപ്പെട്ടവരാണോ? അല്ലാഹുവിന്റെ അദാബിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടവരാണോ? അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മൾ മുക്തരാണോ? അത് നമ്മൾ സ്വയം പരിശോധിക്കുക. അതല്ല എങ്കിൽ ജീവിതത്തിന്റെ പല നിമിഷങ്ങളിലും നമ്മളും പലതും അനുഭവിക്കേണ്ടി വരും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ വിഷയങ്ങളിലൊക്കെ ഒരു ശ്രദ്ധയും സൂക്ഷ്മതയും നമ്മളിൽ ഉണ്ടാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ എവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ലോകം ഒരുപാട് പ്രതിസന്ധികളിലാണ്. അമേരിക്കയിലുള്ള തീയാവട്ടെ, മറ്റുള്ള പലതുമാവട്ടെ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു ഒരു തുറവി നൽകുമാറാവട്ടെ. എല്ലാവർക്കും അല്ലാഹു സമാധാനം നൽകുമാറാവട്ടെ. എല്ലാവർക്കും അല്ലാഹു സന്തോഷം നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. Peace Radio, tuned to reality.